2026 മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് ശനി ഗോചരം ചെയ്യുന്നത് വളരെ ദോഷാധിക്യമുള്ള കാലഘട്ടമാണ്. കണ്ടകശനിയുടെ കാലഘട്ടമാണ്. 2026 ജൂൺ 2 മുതൽ 8-ലും ശനി 4-ലും രാഹു 3-ലും കേതു 9-ലും ആകയാൽ ഈ വർഷം പൊതുവെ സമ്മിശ്ര കാലം തന്നെയാണ്. എങ്കിലും വർഷമധ്യത്തോടുകൂടി നിങ്ങൾക്ക് പല കാര്യത്തിലും നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. മത്സര രംഗത്ത് മത്സര പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കുമൊക്കെ നേട്ടങ്ങൾ വർഷാവസാനത്തോടുകൂടി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് പല തടസ്സങ്ങളും വന്നു ചേരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. 2026 എന്ന് പറയുന്ന ഈ പുതുവർഷം പുതിയ തലവും കർമ്മരംഗവും ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചിരകാലമായിട്ടുള്ള സ്വപ്നം അത് പൂവണിയാനായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് ധാരാളം കഠിനാധ്വാനം നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യരംഗവും സാമ്പത്തിക രംഗവും ഇതെല്ലാം പൊതുവെ ഉണർന്നു വരുന്നൊരു വർഷമായിരിക്കും. ഒരു ദൈവജ്ഞനെ കൊണ്ട് നിങ്ങളുടെ ജാതക പരിശോധനയൊക്കെ നടത്തി അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ജാതകം തിരുത്തല്ല, മറിച്ച് ദശാകാലവും അന്തർദശാകാലത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ വിജയത്തിന് വഴിവെക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനൊക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നതാണ് മത്സര പരീക്ഷയിലൊക്കെ വിജയം കൈവരിക്കാനായിട്ട്. വ്യാഴം 8-ലാകുന്നത് കൊണ്ട് തന്നെ വളരെ മോശമായ അവസ്ഥകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ധാരാളം ഉണ്ടാകുന്നത് കൊണ്ട് നല്ല സമയത്ത് നല്ല ഡോക്ടറെയൊക്കെ കണ്ട് ഡയഗ്നോസിസ് ചെയ്ത് ഈശ്വര പ്രാർത്ഥനകളൊക്കെ വർദ്ധിപ്പിക്കുന്നത് ദൈവാധീനം ഉണ്ടാക്കുന്നതുമൊക്കെ നന്നായിരിക്കും. പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർക്ക് വളരെ പതുക്കെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ശനി 4-ലാണെന്നറിയാലോ. 7 ശനിയൊക്കെ കഴിഞ്ഞ ക്ഷീണമൊന്നും മാറിയിട്ടില്ലെങ്കിലും വീടിൻ്റെ 4-ലെ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. തുടക്കത്തിൽ ധാരാളം ഈ 2026 തുടക്കത്തിൽ ധാരാളം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരാം. വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പലതരത്തിലുള്ള സെവറൽ ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബിസിനസ്സിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലൊക്കെ ആണെങ്കിലും അതിനെയൊക്കെ നല്ല ഉപദേശവും ജാഗ്രതയും നല്ല അഭിപ്രായ സമന്വയവും കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ വന്ന് ചേരാനായിട്ട് കൂടുതൽ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരാം. ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കലും വാങ്ങലുകളും പണം ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ മധ്യസ്ഥരായിട്ട് പണം കടം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പോസിറ്റീവായ പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് ചുറ്റുപാടുകൾ ഉണ്ടാകാമെങ്കിലും അതിനെ കണ്ടെത്തി അതിന് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നത് കൊണ്ട് വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് ലാഭം വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് വിജയം കാഴ്ചവെക്കാനും അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പറ്റിയൊരു വർഷമാണ് ഈ 2026 എന്നുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മേലധികാരികളുടെയൊക്കെ ഒരു ഇഷ്ടക്കേട് അപ്രീതിയൊക്കെ വന്നു ഭവിക്കുന്നതാണ്. രാഹുവിൻ്റെ 3-ലും കേതുവിൻ്റെ 9-ലുള്ള ഗോചരം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണുകളോ ലോട്ടറികളോ പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ യോഗം കാണുന്നു. ഈ വർഷം അവസാനം നല്ല ഒരു സന്തോഷവും സമാധാനവും ലഭിക്കാനായിട്ട് കൃഷ്ണന് ഭാഗ്യസൂക്തം വഴിപാട് 41 ദിവസം ചെയ്യുകയോ ഭാഗ്യസൂക്തം പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഉത്രാട നക്ഷത്രം. 2026 ജൂൺ 2 മുതൽ വ്യാഴം ഇവർക്ക് 7-ലും ശനി 3-ലും രാഹു 2-ലും കേതു 8-ലും ആകയാൽ വർഷമാദ്യം കുറേയേറെ ദോഷാധിക്യം ഉണ്ടാകാമെങ്കിലും വർഷമധ്യത്തോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വന്നു ചേരുന്നതാണ്. വ്യാഴമാറ്റം അതിമനോഹരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നതാണെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയമായ വളർച്ച നിങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ആ ഇൻകം വരുമാനം വർദ്ധിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് പല തലത്തിലൂടെയും പുതിയ ഒരു വരുമാനമല്ല 2-3 വരുമാനമൊക്കെ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ ജസ്റ്റ് മാരീഡ് കപ്പിൾസ് ഇപ്പം തന്നെ വിവാഹം കഴിഞ്ഞവർ ധാരാളം എൻജോയ് ചെയ്യുന്നൊരു വർഷമാണ് ഈ 2026. പിന്നീട് കുറേയേറെ വർഷാവസാനത്തോടുകൂടി പിന്നെ നിങ്ങളുടെ ലൈഫിൽ വല്ല പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിക്കാം. എങ്കിലും നിങ്ങളുടെ ആത്മബലം കൊണ്ട് അതിനെയൊക്കെ നേരിടാൻ സാധിക്കുന്നതാണ്. വർഷാവസാനം വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തും ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ധാരാളം തടസ്സങ്ങളും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരാം. അതിനെയൊക്കെ
അഭിമുഖീകരിക്കാനുള്ള മനോബലം നിങ്ങൾ വീണ്ടെടുക്കുക. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തുഴയുന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഈശ്വര വിശ്വാസം കൊണ്ടും ഈശ്വര അനുഗ്രഹം കൊണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നല്ലതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക. ശനി 3-ൽ ഗോചരം ചെയ്യുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതാണ്. 2-ലും കേതു 8-ലും, രാഹു 2-ലും കേതു 8-ലും ആകയാൽ കുറച്ച് ദോഷാധിക്യം കൂടിയിരിക്കുന്ന വർഷമാണ്. ആരോഗ്യകാര്യത്തിലും അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളുള്ളവരും ഒക്കെ ചികിത്സകളൊന്നും കുറച്ചുകൂടെ ശക്തമാക്കുകയും നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുക്കുകയും ആയുർവേദ ചികിത്സകളൊക്കെ ഫലവത്താക്കുക, ഈശ്വരാരാധനകളും പ്രാർത്ഥനകളും ഒക്കെ സ്വന്തമാക്കി ചെയ്യുന്നതും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതും ഒക്കെ നിങ്ങളുടെ ഈ രാഹുവിൻ്റെ മാറ്റം നല്ലതായിട്ട് ഉത്തമമായിട്ട് വരുന്നതിന് നന്നായിരിക്കും.